ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ ഭരിച്ച വൈസ്രോയിമാർ, ഗവർണർ ജനറലുകൾ എന്നിവരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ അടങ്ങിയ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ആദ്യം നമുക്ക് ഇവരെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കാം. ആദ്യത്തെ പോയിന്റ്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭു. ഇന്ത്യയുടെ ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭു. അതുപോലെ ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭു. ഇനി അടുത്തതിലേക്ക് പോകാം. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ പോലീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭു. അടുത്ത നോക്കാം. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്ക്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ്. നവാബ് മേക്കർ, അതുപോലെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. ആർക്കോട്ട് ഉപരോധത്തിൻ്റെ ഹീറോ എന്നറിയപ്പെടുന്നതും റോബർട്ട് ക്ലൈവ് ആണ്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭു. അടുത്ത നോക്കാം. ഓവൻ മേരിടത്ത് എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവാണ്. ഇൽബർട്ട് ബില്ലിൻ്റെ ശില്പി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യൻ ടെലിഗ്രാമിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. അതുപോലെ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി പ്രഭു. ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്നത് ജോൺ ലോറൻസ്. അടുത്ത നോക്കാം. ഇന്ത്യയുടെ രക്ഷകൻ, അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ജോൺ ലോറൻസ് ആണ്. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ പ്രഭു ആണ്. ഇന്ത്യ കൂടുതൽ കാലം ഭരിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യ കൂടുതൽ കാലം ഭരിച്ച വൈസ്രോയി ലിൻ ലിത്വായാണ്. വിശുദ്ധനായ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവാണ്. അടുത്തതായി നമുക്ക് ഇവർ നടത്തിയ ചില പരിഷ്കാരങ്ങൾ നോക്കാം. സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇത് 1774 അതുപോലെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് വില്യം ബെൻഡിക്കാണ്. ഇത് 1835 ആദ്യമായി ഇന്ത്യയിൽ സർവകലാശാല സ്ഥാപിച്ചത് കാനിങ് പ്രഭുവാണ്. ഇത് 1857 ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതി സ്ഥാപിച്ചത് എൽജിൻ പ്രഭുവാണ്. ഇത് 1862 ഇന്ത്യയിൽ ആദ്യ സെൻസസ് കൊണ്ടുവന്നത് മേയോ പ്രഭുവാണ്. ഇത് 1872 എന്നാൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടത്തിയത് റിപ്പൺ പ്രഭുവാണ്. ഇത് 1881 അടുത്ത നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭുവാണ്. ഇത് 1793 അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. ഇത് 1798 സതി നിർത്തലാക്കിയത് വില്യം ബെൻഡിക്കാണ്. ഇത് 1829 ശിശുബലി, അതുപോലെ ശൈശവ വിവാഹം എന്നിവ നിരോധിച്ചതും വില്യം ബെൻഡിക്കാണ്. ഇതും 1829 അടുത്ത പോയിന്റ് നോക്കാം. 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് വില്യം ബെൻഡിക് പ്രഭുവാണ്. അതുപോലെ ഇന്ത്യൻ പത്രസ്വാതന്ത്ര്യം കൊണ്ടുവന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇത് 1836 അടുത്ത പോയിന്റ്, അടിമത്തം നിർത്തലാക്കിയത് എല്ലൻബറോ പ്രഭുവാണ്. ഇത് 1843 ദത്തവകാശ നിരോധന നിയമം അഥവാ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇത് 1848 അതുപോലെ തന്നെ ആധുനിക തപാൽ, ടെലിഗ്രാം എന്നിവ സ്ഥാപിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇത് 1851 ഇന്ത്യൻ റെയിൽവേ സ്ഥാപിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇത് 1853 അടുത്ത പോയിന്റ്, വുഡ്സ് ഡെസ്പാച്ച് കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇത് 1854 ഇത് അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നാണ്. ഹിന്ദു വിധവ പുനർവിവാഹ കരട് നിയമം തയ്യാറാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഇത് 1856 പക്ഷേ ഈ നിയമം നടപ്പിലാക്കിയത് കാനിങ് പ്രഭുവാണ്. പൊതുമരാമത്ത് സ്ഥാപിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇത് 1856 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നടപ്പിലാക്കിയത് കാനിങ് പ്രഭുവാണ്. ഇത് 1861 സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് മേയോ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത് 1872 ആദ്യ സെൻസസ് കൊണ്ടുവന്നത് മേയോ പ്രഭുവാണ്. ഇതും 1872 നാട്ടുഭാഷാ പത്ര നിയമം അഥവാ ദ വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവാണ്. ഇത് 1878
ആദ്യ ഔദ്യോഗിക സെൻസസ് നടന്നത് റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത് 1881 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് റിപ്പൺ പ്രഭുവാണ്. ഇതും 1881 വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവായിരുന്നു. ഇത് 1882 ഇൽബർട്ട് ബിൽ പാസാക്കിയത് റിപ്പൺ പ്രഭുവാണ്. ഇത് 1883 ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായി സർ ചാൾസ് ആച്ചിസന്റെ നേതൃത്വത്തിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയോഗിച്ചത് ഡഫറിൻ പ്രഭുവാണ്. ഇത് 1886 ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് ഹാർഡിഞ്ച് സെക്കൻഡാണ്. ഇത് 1911 റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ചെംസ്ഫോർഡ് പ്രഭുവാണ്. ഇത് 1919 ബഡ്ജറ്റ് രണ്ടായി തിരിച്ചത്, അതായത് റെയിൽവേ ബഡ്ജറ്റ് എന്നും പൊതു ബഡ്ജറ്റ് എന്നും രണ്ടായി തിരിച്ചത് റീഡിംഗ് പ്രഭുവാണ്. ഇത് 1924 ശാരദാ നിയമം അഥവാ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്ട് കൊണ്ടുവന്നത് ഇർവിൻ പ്രഭുവായിരുന്നു. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൻലിത്കോ പ്രഭുവാണ്. ഇത് 1940 സിംല കോൺഫറൻസ് വിളിച്ചു ചേർത്തത് വേവൽ പ്രഭുവാണ്. ഇത് 1945 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നടപ്പിലാക്കിയത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇത് 1947 അതുപോലെ തന്നെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന ചില ഭരണപരിഷ്കാരങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ്. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം അഥവാ ഇന്ത്യൻ കൗൺസിൽ ആക്ട് കൊണ്ടുവന്നത് 1909 ആ സമയത്തെ വൈസ്രോയി മിൻറ്റോ സെക്കൻഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആദ്യമായി സാമൂഹിക സംവരണം ഏർപ്പെടുത്തിയ ഒരു നിയമമായിരുന്നു ഇത്. ഇത് പ്രകാരം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തി. അടുത്തത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അഥവാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഈ നിയമം നടപ്പിലാക്കിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കി, വിഷയങ്ങൾ റിസർവ്ഡ് എന്നും ട്രാൻസ്ഫേർഡ് എന്നും 2 ലിസ്റ്റുകളാക്കി. അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈ നിയമം പാസ്സാക്കപ്പെട്ട സമയത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു. ഇതിൻ്റെ പ്രത്യേകതകൾ കേന്ദ്രവും പ്രവിശ്യകളും തമ്മിൽ അധികാരങ്ങൾ വിഭജിക്കപ്പെട്ടു, കേന്ദ്രത്തിൽ ദ്വിഭരണം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ നിയമം റിസർവ് ബാങ്ക്, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. മറ്റൊരു പോയിന്റ്, ഈ നിയമപ്രകാരം ബർമ്മയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി. ഇനി അടുത്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമങ്ങളെക്കുറിച്ചും മിഷനെക്കുറിച്ചുമുള്ള ചില വിശേഷണങ്ങളാണ്. ഇതിലാദ്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നാണ്. നെഹ്റു ഇതിനെ വിശേഷിപ്പിച്ചത് ശക്തിയേറിയ ബ്രേക്കുള്ളതും എന്നാൽ എഞ്ചിനില്ലാത്തതുമായ യന്ത്രം എന്നാണ്. അടുത്തത് 1942 ക്രിപ്സ് മിഷനാണ്. തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത്. അടുത്തത് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് 1835 ആണ്. ഇത് മെക്കാളെ മിനിറ്റ്സ് എന്നും ഡൗൺ ഫിൽട്രേഷൻ തിയറി എന്നും അറിയപ്പെടും. അടുത്തത് വൈസ്രോയിമാർ പറഞ്ഞ ചില വാചകങ്ങളാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് പറഞ്ഞത് വില്യം ബെൻറ്റിക്കാണ്. കിഴക്കിൻ്റെ വെന്നീസ് എന്ന് ആലപ്പുഴയെ വിളിച്ചത് കഴ്സൺ പ്രഭുവാണ്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞതും കഴ്സൺ പ്രഭുവാണ്. കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ഡഫറിൻ പ്രഭുവാണ്. റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിളിച്ചത് വില്യം പിറ്റാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ചാത്താം പ്രഭു. ഇനി അടുത്തത് ചില വാചകങ്ങളാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ഡൽഹൌസിയെ വിളിച്ചത് ലൈൻപൂൾ ആണ്. രാജ കേശവദാസിന് രാജ എന്ന ബഹുമതി നൽകിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് മോർണിംഗ്ടൺ പ്രഭു. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിളിച്ചത് ഇർവിൻ പ്രഭുവാണ്. എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇനി അടുത്തത് നമുക്ക് ഇന്ത്യയിൽ വന്ന ചില പ്രധാനപ്പെട്ട മിഷനുകളെക്കുറിച്ച് നോക്കാം. ആദ്യത്തേത് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1927 ഇന്ത്യയിൽ വന്നത് 1928.
ഇതിൻ്റെ തലവൻ ജോൺ സൈമൺ ആയിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന സമയത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. അടുത്തത് ക്രിപ്സ് മിഷനാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1942 ഇതിൻ്റെ തലവൻ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്ന സമയത്തെ വൈസ്രോയി ലിൻലിത്കോ പ്രഭു ആയിരുന്നു. അടുത്തത് ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1946 ഇതിൻ്റെ തലവൻ പെത്വിക് ലോറൻസ് ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന സമയത്തെ വൈസ്രോയി വേവൽ പ്രഭു ആണ്. ഇനി അടുത്തതായി ചില കമ്മീഷനുകളെക്കുറിച്ച് നോക്കാം. ക്ഷാമ കമ്മീഷൻ അഥവാ ഫാമിൻ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1878 ഇതിൻ്റെ തലവൻ റിച്ചാർഡ് സ്ട്രാച്ചി ആയിരുന്നു. ആ സമയത്തെ വൈസ്രോയി ലിട്ടൺ പ്രഭു ആയിരുന്നു. അടുത്തത് ആൻഡ്രൂ ഫ്രേസറിൻ്റെ കീഴിൽ 1902 പോലീസ് കമ്മീഷൻ സ്ഥാപിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഇനി അടുത്തതായി പ്രധാനപ്പെട്ട ചില വിദ്യാഭ്യാസ കമ്മീഷനുകളെക്കുറിച്ച് നോക്കാം. ആദ്യത്തേത് മെക്കാളെ മിനിറ്റ്സ് അഥവാ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട്. ഇത് 1835 വില്യം പെൻഡിക്കാണ് നടപ്പിലാക്കിയത്. അടുത്തത് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ്റെ തലവൻ വില്യം ഹണ്ടർ ആയിരുന്നു. ഈ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1882 ആ സമയത്തെ വൈസ്രോയി റിപ്പൺ പ്രഭു ആയിരുന്നു. അടുത്തത് യൂണിവേഴ്സിറ്റി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1902 ഇതിൻ്റെ തലവൻ തോമസ് റെയ്ലി ആയിരുന്നു. യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഇന്ത്യയിൽ വന്ന സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു ആണ്. ഈ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു ആണ്. ഇത് 1904 അടുത്തത് സാഡലർ വിദ്യാഭ്യാസ കമ്മീഷൻ. ഈ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1917 ആ സമയത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു. അടുത്തത് സർജൻ്റ് വിദ്യാഭ്യാസ കമ്മീഷൻ. ഈ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1944 ആ സമയത്തെ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. ഇനി അടുത്തതായി ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ചത് കോൺവാലിസ് പ്രഭു ആണ്. എന്നാൽ ഇന്ത്യക്കാർക്ക് മാത്രമായി സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ചത് ലിട്ടൺ പ്രഭു ആണ്. സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന പ്രായം 21 നിന്നും 19 മാറ്റിയത് ലിട്ടൺ പ്രഭു ആണ്. ഈ പ്രായം പിൻവലിച്ച് തിരിച്ച് 21 മാറ്റിയത് റിപ്പൺ പ്രഭു ആണ്. ഇനി അടുത്തതായി നമുക്ക് ചില നിയമങ്ങളെപ്പറ്റി നോക്കാം. ആയുധ നിയമം കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭു ആണ്. ഫാക്ടറി നിയമം കൊണ്ടുവന്നത് റിപ്പൺ പ്രഭു ആണ്. റൗലറ്റ് നിയമം കൊണ്ടുവന്നത് ചെംസ്ഫോർഡ് പ്രഭു ആണ്. അതുപോലെ ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് കൊണ്ടുവന്നത് കഴ്സൺ പ്രഭു ആണ്. ഹൈക്കോടതി നിയമം കൊണ്ടുവന്നത് ക്യാനിങ് പ്രഭു ആണ്. ഇനി അടുത്തതായി ചില നിയമങ്ങളും അവയുടെ പ്രത്യേകതകളും നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയത് 1773 ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമമായിരുന്നു. അടുത്തത് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇത് പാസ്സാക്കിയത് 1784 ആയിരുന്നു. റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ അപാകത പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. അടുത്തത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ നിന്നും ഇന്ത്യൻ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. അടുത്തത് ഇൽബർട്ട് ബില്ല്. ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയത് 1883 ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്ക് അനുവാദം നൽകുന്ന ഒരു നിയമമായിരുന്നു ഇത്. അടുത്തത് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് 1919 വിചാരണ കൂടാതെ ആരെയും തടവിൽ പാർപ്പിക്കാൻ ബ്രിട്ടീഷ് പോലീസിന് അധികാരം നൽകുന്ന ഒരു നിയമമായിരുന്നു ഇത്. ഇനി അടുത്തതായി നമുക്ക് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ വൈസ്രോയിമാരെക്കുറിച്ച് നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് വൈസ്രോയി ആയിരുന്നത് ക്യാനിങ് പ്രഭു ആണ്. INC രൂപീകരണ സമയത്ത് അതായത് 1885 വൈസ്രോയി ആയിരുന്നത് ഡഫറിൻ പ്രഭു ആണ്. 1905 ബംഗാൾ വിഭജന സമയത്ത് വൈസ്രോയി ആയിരുന്നത് കഴ്സൺ പ്രഭു ആണ്. 1906 മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടപ്പോൾ വൈസ്രോയി ആയിരുന്നത് മിൻറ്റോ സെക്കൻഡ് ആണ്. 1907 സൂററ്റ് വിഭജന സമയത്ത് വൈസ്രോയി ആയിരുന്നത് മിൻറ്റോ സെക്കൻഡ് ആണ്. അതുപോലെ 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം കൊണ്ടുവന്നത് മിൻറ്റോ സെക്കൻഡ് ആണ്. ഇനി അടുത്തത് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഇത് 1911 ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഇതും 1911 ജോർജ് അഞ്ചാമൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ച സമയത്തും വൈസ്രോയി ആയിരുന്നത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഇതും 1911 1916 ഹോം റൂൾ ലീഗ് രൂപീകരിക്കപ്പെട്ടപ്പോൾ വൈസ്രോയി ആയിരുന്നത് ചെംസ്ഫോർഡ് പ്രഭു ആണ്.
1916 ലക്നൗ സന്ധി പ്രകാരം മിതവാദികളും തീവ്രവാദികളും ഒന്നായ സമയത്തെ വൈസ്രോയിയും ചെംസ്ഫോർഡ് പ്രഭുവാണ്. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം കൊണ്ടുവന്നത് ചെംസ്ഫോർഡ് പ്രഭുവാണ്. അതുപോലെ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്തെ വൈസ്രോയിയും ചെംസ്ഫോർഡ് പ്രഭുവാണ്. അടുത്ത പോയിന്റ്, ചൗരി ചൗര സംഭവം നടന്ന സമയത്തെ വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ്. ഇത് 1922 1921 വെയിൽസ് രാജകുമാരൻ ഇന്ത്യയിൽ വന്ന സമയത്തെ വൈസ്രോയിയും റീഡിംഗ് പ്രഭുവാണ്. അടുത്തത് നോക്കാം. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ആ സമയത്തെ വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. അതുപോലെ 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആ സമയത്തെ വൈസ്രോയിയും ഇർവിൻ പ്രഭുവായിരുന്നു. 1930 നിയമലംഘന പ്രസ്ഥാന സമയത്തെ വൈസ്രോയിയും ഇർവിൻ പ്രഭുവാണ്. അതുപോലെ 1930 ആദ്യ വട്ടമേശ സമ്മേളനം നടന്ന സമയത്തെ വൈസ്രോയിയും ഇർവിൻ പ്രഭുവാണ്. 1931 തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയിയും ഇർവിൻ പ്രഭുവാണ്. അതുപോലെ 1931 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയപ്പോഴും വൈസ്രോയി ഇർവിൻ പ്രഭുവായിരുന്നു. ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്ന വർഷം 1931. ഇനി അടുത്ത പോയിന്റ്, 1931-32 കാലഘട്ടത്തിൽ നടന്ന 2-3 വട്ടമേശ സമ്മേളന സമയത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപന സമയത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസേ മാക്ഡൊണാൾഡ് ആണ്. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന ഉടമ്പടി ഒപ്പുവെച്ച സമയത്തെ വൈസ്രോയിയും വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു. ഇത് 1932 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൻ ലിത്കോ പ്രഭുവാണ്. 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്ന സമയത്തെ വൈസ്രോയിയും ലിൻ ലിത്കോ പ്രഭുവാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയിയും ലിൻ ലിത്കോ പ്രഭു തന്നെയായിരുന്നു. അടുത്ത പോയിന്റ്, 1945 സിംല കോൺഫറൻസ് വിളിച്ചു ചേർത്തത് വേവൽ പ്രഭുവാണ്. അതുപോലെ 1946 നാവിക കലാപ സമയത്തെ വൈസ്രോയിയും വേവൽ പ്രഭുവാണ്. അടുത്ത പോയിന്റ്, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നടപ്പിലാക്കിയത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇനി അടുത്തതായി ചില നിയമങ്ങൾ നടപ്പിലാക്കിയ വൈസ്രോയിമാരെയും അതുപോലെ അത് പിൻവലിച്ച വൈസ്രോയിമാരെയും കുറിച്ച് നോക്കാം. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത് റോബർട്ട് ക്ലൈവ് ആണ്. എന്നാൽ ഇത് പിൻവലിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. എന്നാൽ ഇത് പിൻവലിച്ചത് ക്യാനിംഗ് പ്രഭുവാണ്. പ്രാദേശിക പത്രഭാഷാ നിയമം കൊണ്ടുവന്നത് ലിറ്റൻ പ്രഭുവാണ്. എന്നാൽ ഇത് പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. അടുത്ത പോയിന്റ് നോക്കാം. ബംഗാൾ വിഭജനം നടപ്പിൽ വരുത്തിയത് കഴ്സൺ പ്രഭുവാണ്. എന്നാൽ ഇത് പിൻവലിച്ചത് ഹാർഡിഞ്ച് സെക്കൻഡാണ്. റൗലക്റ്റ് ആക്ട് നടപ്പിലാക്കിയത് ചെംസ്ഫോർഡ് പ്രഭുവാണ്. എന്നാൽ ഇത് പിൻവലിച്ചത് റീഡിംഗ് പ്രഭുവാണ്. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായം 21 നിന്നും 19 ആക്കിയത് ലിട്ടൺ പ്രഭുവാണ്. എന്നാൽ ഇത് പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. അടുത്തതായി ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണർ ജനറൽ അതുപോലെ വൈസ്രോയ് എന്നിവരെ നോക്കാം. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. എന്നാൽ ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക് ആണ്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി കാനിംഗ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. ഇനി മറ്റു ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വധിക്കപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭുവാണ്. ഗിൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ആദ്യമായി വന്ന ബംഗാൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തി വില്യം ബെൻറ്റിക് ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ വില്യം ബെൻറ്റിക്കിനോട് ശുപാർശ ചെയ്തത് മെക്കാളെ പ്രഭുവാണ്. ഇത് 1835 മദ്രാസിൽ റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺട്രോയാണ്. വിക്ടോറിയ രാജ്ഞി ഡൽഹിയിൽ രാജകീയ ദർബാർ വിളിച്ചു ചേർത്ത് കൈസർ-ഇ-ഹിന്ദ് പദവി സ്വീകരിച്ചത് 1877
എന്നാൽ വിക്ടോറിയ രാജ്ഞി ഈ പദവി സ്വീകരിക്കുന്നതായി പ്രഖ്യാപനം നടത്തിയത് ലിട്ടൺ പ്രഭുവാണ്. അടുത്ത പോയിന്റ് നോക്കാം. 1979 അയർലൻഡിൽ വച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അടുത്ത പോയിന്റ് 1927 പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. അതുപോലെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനായിരുന്നു. ഇത് 1900-ലായിരുന്നു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി സമയത്തെ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. അതുപോലെ 1799 ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വെല്ലസ്ലി പ്രഭുവാണ്. അടുത്ത പോയിന്റ്, കടൽ കൊള്ളക്കാരായ തഗ്ഗുകളെ അടിച്ചമർത്തിയത് വില്യം ബെൻറ്റിക്കാണ്. അതുപോലെ മറ്റൊരു പോയിന്റ്, 1784 പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റീഡിംഗ് പ്രഭുവാണ്. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസേ മാക്ഡൊണാൾഡ് ആണ്. മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീറിലാണ്. ആദ്യത്തെ സുപ്രീം കോടതി, ഹൈക്കോടതി, മെഡിക്കൽ കോളേജ്, സർവകലാശാല എന്നിവ സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കട്ടയിലാണ്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ആദ്യം പിടിച്ചടക്കിയ രാജ്യം സത്താറയാണ്. അതുപോലെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ അവസാനം പിടിച്ചടക്കിയ രാജ്യം ഔദ് ആയിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യം ഒപ്പുവെച്ച നാട്ടുരാജ്യം ഹൈദരാബാദാണ്. 1851 ഇന്ത്യയിലെ ആദ്യ ടെലിഗ്രാം ലൈൻ വന്നത് കൊൽക്കട്ട മുതൽ ഡയമണ്ട് ഹാർബർ വരെയായിരുന്നു. ഇന്ത്യയിലെ ആദ്യ റെയിൽ സ്ഥാപിക്കപ്പെട്ടത് 1853 ഏപ്രിൽ 16-നാണ്. ഇത് ബോംബെ മുതൽ താനെ വരെയായിരുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ആക്കിയത് വില്യം ബെൻറ്റിക്കാണ്. അടുത്ത പോയിന്റ് നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപം വെല്ലൂർ കലാപമായിരുന്നു. ഇത് 1806-ലായിരുന്നു. ആ സമയത്തെ ഗവർണർ ജനറൽ ജോർജ് ബാർലോ ആയിരുന്നു. 1809 രാജാ രഞ്ജിത് സിംഗുമായി അമൃത്സർ സന്ധി ഒപ്പുവെച്ച ഗവർണർ ജനറൽ മിൻറ്റോ പ്രഭുവാണ്. ബംഗാളിലെ നീലവിപ്ലവം നടന്ന സമയത്തെ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ഇത് 1859-ലായിരുന്നു. ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പായ സിന്ധ് ഡാക്ക പുറത്തിറങ്ങിയ വർഷം 1852. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ SP സിൻഹയാണ്. അതുപോലെ 1947 മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ മറ്റു പേരുകളാണ് ബാൾക്കൺ പദ്ധതി, ഡിക്കി ബേർഡ് പ്ലാൻ, അതുപോലെ ജൂൺ 3 പദ്ധതി. അടുത്ത അവസാനത്തെ പോയിന്റ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആണ്. അപ്പോൾ ഇത്രയൊക്കെ പോയിൻറ്റ്സാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.